ഹായ്. നമ്മൾ ടീച്ചേഴ്സിന് എല്ലാവർക്കും വളരെ സന്തോഷം നൽകുന്ന ഒരു വാർത്തയാണ് കഴിഞ്ഞ ദിവസം കേരള എഡ്യൂക്കേഷൻ മിനിസ്റ്റർ മിസ്റ്റർ ശിവൻകുട്ടി അദ്ദേഹം പ്രഖ്യാപിച്ചത്. അതായത് ഇനി സെക്കൻഡറി ഉയർന്ന ക്ലാസ്സുകളിൽ 8, 9, 10 സ്റ്റാൻഡേർഡുകളിൽ എല്ലാവർക്കും ഓൾ പാസ് സംവിധാനം നിർത്തലാക്കുന്നു. നമുക്കറിയാം, മുൻപേ ഇങ്ങനെ തന്നെയായിരുന്നു. 1-ാം ക്ലാസ്സിൽ വരെ തോറ്റിരുന്ന കുട്ടികളുണ്ട്. പിന്നെ പല കാരണങ്ങൾ പറഞ്ഞു. കുട്ടികളുടെ സൈക്കോളജിക്കൽ ആയിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്, ചൈൽഡ് സെന്റേർഡ് അല്ല ഇവിടെ പല കാര്യങ്ങളും. അപ്പൊ അതുകൊണ്ട് തോറ്റു കഴിഞ്ഞ കുട്ടി അത് നെഗറ്റീവായി ബാധിക്കും. പിന്നെ അക്കാഡമിക് സ്റ്റാൻഡേർഡ് ഇല്ലെങ്കിലും കുട്ടിക്ക് നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റും. അതുകൊണ്ട് 10th വരെ നമുക്ക് എല്ലാവരെയും പാസ്സാക്കാം. അങ്ങനെ ഒരു സംവിധാനമായിരുന്നു. ഈവൻ എക്സാം എഴുതിയില്ലെങ്കിൽ പോലും പാസ്സായി പോകുന്ന ഒരു സംവിധാനമാണ് നമ്മൾ കേരളത്തിലും ഒരുവിധം ഇന്ത്യയിലൊക്കെ നിലനിൽക്കുന്നത്. നമുക്കറിയാം. നമുക്ക് അതിന് പറയാൻ ഒരുപാട് കാരണങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ ഹൈലി പോപ്പുലേറ്റ് ആയിട്ടുള്ള എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, കൺട്രിയാണ്. അപ്പൊ ഇങ്ങനെയൊക്കെ പറ്റുള്ളൂ എന്ന് പറയും. പക്ഷേ ഇതിന്റെ അഡ്വേഴ്സ് ഇഫക്റ്റ് പല മേഖലയിലും റിഫ്ലക്ട് ചെയ്ത സമയത്താണ് നമുക്കൊന്ന് മാറി ചിന്തിക്കേണ്ടത്. പ്രത്യേകിച്ച് നമുക്കറിയാം 10th ഒരുപാട് എല്ലാവരും പാസ്സാവുക. പക്ഷെ ഇവരൊക്കെ വിചാരിക്കുന്നത് ഞാൻ വളരെ അടിപൊളിയാണ്, ഇവർ കൊടുക്കാൻ ഇവിടെ സീറ്റില്ല. അപ്പൊ പിന്നെ അടുത്ത പ്രശ്നമാണ്, +1 കുട്ടികൾക്ക് പഠിക്കാൻ ഗവൺമെന്റ് സീറ്റ് ഒരുക്കിയിട്ടില്ല. ഇനി സീറ്റ് ഒരുക്കിയാൽ അതിൽ വരുന്ന ലോ അച്ചീവേഴ്സ് പലരും അവിടെ വന്ന് ചേരും. പ്രത്യേകിച്ച് അവർക്ക് പെർഫോം ചെയ്യാൻ പറ്റില്ല. ഇത് റിഫ്ലക്ട് ചെയ്യുന്നത് പലപ്പോഴും കോമ്പറ്റേറ്റീവ് എക്സാമുകളിലായിരിക്കും. മെയിൻ ആയിട്ട് ഗവൺമെന്റ് ഡിസിഷൻ എടുക്കാനുള്ള കാരണം ഇത് തന്നെയാണ്. കോമ്പറ്റേറ്റീവ് എക്സാമുകൾ, പ്രത്യേകിച്ച് എൻട്രൻസ് എക്സാമുകളിൽ നമ്മളെ കേരളൈസിന്റെ പെർഫോമൻസ് സ്റ്റാൻഡേർഡിന് താഴെ പോകാൻ തുടങ്ങി. എന്താണെങ്കിലും ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ ഒരു ഓൾ പാസ് സംവിധാനം നിർത്തലാക്കിയിട്ട് എല്ലാവർക്കും ഒരു മിനിമം മാർക്ക് കിട്ടിയാലേ പാസ്സാവുള്ളൂ. അത് ഗ്രേഡിന്റെ അടിസ്ഥാനത്തിൽ അവിടെ D+ ആവട്ടെ, എന്ത് വന്നാലും ശരി, മാർക്കാവട്ടെ. 30% മാർക്ക് സിസ്റ്റം ഒക്കെ പലപ്പോഴും CBSE ഇപ്പോഴും ഉണ്ട്. അപ്പൊ അത് നിലവിൽ വരുന്ന സമയത്ത് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്ന കാതലായിട്ടുള്ള മാറ്റങ്ങൾ എന്തൊക്കെയാണെന്നാണ് നമ്മൾ പറയുന്നത്. സോ നിങ്ങൾ കൃത്യമായിട്ട് വാച്ച് ചെയ്യാം. ഈ കാര്യങ്ങളൊക്കെ മുന്നിൽ കണ്ടുകൊണ്ടായിരിക്കണം നമ്മൾ ഇനി ഒരു ഓൾ പാസ് സംവിധാനം നിർത്തലാക്കുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്ന റിസൾട്ട് ഇതൊക്കെ ആയിരിക്കണം. ഒന്നാമത്തെ കാര്യത്തിലേക്ക് നമുക്ക് പോകാം. അക്കാഡമിക് സ്റ്റാൻഡേർഡ് കൂടുന്നു. അക്കാഡമിക് സ്റ്റാൻഡേർഡ് ഇതുവരെ എങ്ങനെയായിരുന്നു? നമുക്കറിയാം, ലാക്ക് ഓഫ് മോട്ടിവേഷൻ. കുട്ടികൾക്ക് പഠിക്കണമെന്നൊന്നുമില്ല. കാരണം എന്താണ്? എക്സാമിന് തന്നെ പോകാൻ കുട്ടികൾക്ക് താല്പര്യം ഉണ്ടാവില്ല. പോയില്ലെങ്കിൽ പാസ്സാവും. നാളെ എക്സാം എന്ന് പറഞ്ഞാൽ ഇപ്പൊ മൊബൈൽ കളിച്ചുകൊണ്ടിരിക്കും. കാരണം മാർക്ക് കിട്ടിയില്ലെങ്കിലും പാസ്സാവും. സോ കുട്ടി ഒരിക്കലും മോട്ടിവേറ്റഡ് അല്ല. ഇതായിരുന്നു ഇപ്പോഴത്തെ പ്രശ്നം ഉണ്ടായിരുന്നു, ലാക്ക് ഓഫ് കോമ്പറ്റീഷൻ. പണ്ട് കാലത്തൊക്കെ നമുക്കറിയാം, നമ്പർ 1 ആവുക, ക്ലാസ്സിൽ ബെസ്റ്റ് ആവുക എന്നൊക്കെ പറയാം, സ്കൂൾ ബെസ്റ്റ് ആവുക എന്നൊക്കെ പറഞ്ഞാൽ വലിയ കാര്യമാണ്. ഇപ്പൊ കുട്ടികൾ അതുകൊണ്ട് വലിയ കാര്യമൊന്നുമില്ല, ഇത് ബെസ്റ്റ് ആയാലും ഇല്ലെങ്കിലും ഒക്കെ ഒരുപോലെ തന്നെയാണ്. ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ വളരെ പൂറാണ്. കാരണം എന്താണ്? ഇവിടെ പഠിക്കുന്ന സമയത്ത് പലതും പഠിച്ചില്ലെങ്കിലും, ഈവൻ സ്കൂളിൽ ടീച്ചർ ക്ലാസ് എടുക്കാതെ ആയാൽ പോലും ആർക്കും ഒരു പ്രശ്നമില്ല. കാരണം ഇപ്പൊ എടുത്താലും എടുത്തില്ലെങ്കിൽ ഇനി എടുക്കുകയാണെങ്കിൽ തന്നെ എന്താണ്, ടീച്ചർ അപ്പൊ തന്നെ പറയും ഇതൊന്നും നമ്മൾ എക്സാമിന് ഇടാൻ പോകുന്നില്ല, നിങ്ങൾ വെറുതെ ഒന്ന്. ടീച്ചർക്ക് എടുക്കാൻ ബുദ്ധിമുട്ടുള്ളതാണെങ്കിൽ ടീച്ചർ മെല്ലെ സ്കിപ്പ് ചെയ്യും. ഇതൊക്കെയായിരുന്നു ഇപ്പോൾ ഉണ്ടായിരുന്ന പ്രശ്നം. ഓൾ ദീസ് പ്രോബ്ലംസ് ആർ ഗോയിങ് ടു ബി എലിമിനേറ്റഡ്. കാരണം എന്താ, ഇനി കുട്ടികൾ മിനിമം മാർക്ക് വേണം എന്നുള്ള കാര്യമുള്ളത് കൊണ്ട് തന്നെ എല്ലാവരും അത്യാവശ്യം പഠിക്കാൻ തുടങ്ങും. മാത്രമല്ല, ഇത് നമുക്ക് ഒന്ന് റിഫ്ലക്ട് ചെയ്യണം. നല്ല മാർക്ക് കിട്ടിയ കുട്ടിക്ക് റെക്കഗ്നീഷൻ വേണം, അല്ലെങ്കിൽ നല്ല റാങ്ക് സിസ്റ്റം ഒന്നും ഇല്ലെങ്കിൽ തന്നെ ഗ്രേഡ് സിസ്റ്റം ഒക്കെ ഉണ്ടാകുന്ന സമയത്ത്, 10th പോലെ ബാക്കി ചെറിയ ക്ലാസ്സിൽ ഉണ്ടാകുന്ന സമയത്ത് കുട്ടികൾക്ക് കമ്പറ്റ് ചെയ്യാനുള്ളൊരു മെന്റാലിറ്റി കൂടും. കുട്ടികൾ കുറച്ചുകൂടെ ഹൈലി മോട്ടിവേറ്റഡ് ആവും. ഓഫ് കോഴ്സ് ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ കൂടും. സോ ഇതാണ് ഈ 3 കാര്യങ്ങൾ റിലേറ്റഡ് ആയിട്ടാണ് നമ്മൾ അക്കാഡമിക് സ്റ്റാൻഡേർഡിനെ കാണുന്നത്. സോ ഒരു സംശയവും ഇല്ല കേട്ടോ, നമ്മുടെ കേരളത്തിന്റെ അക്കാഡമിക് സ്റ്റാൻഡേർഡ് ഓൾറെഡി നമുക്ക് മുൻപ് വളരെ ഹൈ ആയിരുന്നു. ഈ ഒരു സിസ്റ്റം കാരണം ഒന്ന് ബാക്കിലേക്ക് വന്നാണ്. ഇനി നമ്മൾ എന്താണെങ്കിൽ വളരെ നല്ല രീതിയിൽ ആ അക്കാഡമിക് സ്റ്റാൻഡേർഡ് തിരിച്ചു പിടിക്കാൻ പോവുകയാണ്. ക്ലിയർ ആണല്ലോ? രണ്ടാമത്തെ കാര്യം, ഇമ്പാക്ട് ഓൺ ഹയർ എഡ്യൂക്കേഷൻ. ഇപ്പൊ 10th കഴിഞ്ഞിട്ട് മുമ്പത്തെ അവസ്ഥ ഞാൻ പറഞ്ഞു, എല്ലാവരും 10th പാസ്സാവുക, ഇവർ കൊടുക്കാൻ ഒരു സീറ്റില്ല. ഇനി പാസ്സാകുന്ന ആളുകൾ ഫുൾ A+ ആണ്. അപ്പൊ നമുക്ക് ഈ ഫുൾ A+ നല്ലത് ഏതാ ചീത്ത ഏതാ അറിയാതെ അധ്യാപകർ ബുദ്ധിമുട്ടാണ്. ഇനി അങ്ങനെയില്ല, നല്ല രീതിയിൽ പഠിച്ചവർ മാത്രമേ പാസ്സാവുള്ളൂ, അല്ലെങ്കിൽ ഒരു വർഷം കൂടെ അവിടെ പഠിക്കേണ്ടി വരും. അപ്പൊ അവർ കുറച്ചുകൂടെ ബാക്കിലേക്ക്. ഇപ്പൊ നമുക്കറിയാം, പേരെഴുതാൻ പോലും കഴിയാത്ത ആളുകൾ 10ാം ക്ലാസ് പാസ്സാകുന്ന അവസ്ഥയുണ്ട്. നമ്മളിപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുക, സൈനിങ് കോഴ്സ് പറഞ്ഞൊരു വലിയ കാര്യമില്ലല്ലോ. അപ്പോ ഒരു മിനിമം സ്റ്റാൻഡേർഡ് ഇല്ലാത്ത ആളുകൾ പുറത്തേക്ക് വരുന്ന സമയത്ത് അത് നമ്മുടെ ആ ഒരു അക്കാഡമിക് സ്റ്റാൻഡേർഡിനെ വളരെ വലിയ രീതിയിൽ, അല്ലെങ്കിൽ ഹയർ എഡ്യൂക്കേഷൻ സ്റ്റാൻഡേർഡിനെ വളരെ വലിയ രീതിയിൽ അത് അഫക്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ ഇനി മുതൽ അങ്ങനെയില്ല, എല്ലാവരും ഒരു മിനിമം സ്റ്റാൻഡേർഡ് വെച്ചിട്ടേ പാസ്സായി വരുള്ളൂ. അപ്പൊ നമുക്കുള്ള മെച്ചം എന്താണ്?
ഹയർ എഡ്യൂക്കേഷനിൽ ഉണ്ടാകുന്ന ഇന്നത്തെ പ്രശ്നം ഇല്ലാതാക്കാം. എല്ലാവരും 10ാം ക്ലാസ്സിൽ വെറുതെ പാസ്സായി വരില്ല. കുറെ ആളുകൾ 10ാം ക്ലാസ്സിൽ തോൽക്കും എന്നുള്ളത് കൊണ്ട് തന്നെ, അല്ലെങ്കിൽ പാസ്സാവില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഒന്നുകിൽ അവർ നന്നായിട്ട് പഠിക്കും, അതിലെ ഒരു ഫിൽറ്ററിങ് വരുന്നത് കൊണ്ട് തന്നെ മാർക്ക് കുറഞ്ഞ ആളുകൾ അല്ലെങ്കിൽ കുറച്ച് പരാജയപ്പെട്ടു പോകുന്ന ആളുകൾ കമ്പാരിറ്റീവ്ലി കോമ്പറ്റീഷൻ വളരെ കുറച്ച് ആവശ്യമുള്ള അല്ലെങ്കിൽ അക്കാഡമിക് നോളജ് ഒക്കെ കുറച്ച് ആവശ്യമുള്ള സ്കിൽ ബേസ്ഡ് ആയ കോഴ്സുകൾക്ക് അവർ സ്വമേധയാ അവർ പോയിക്കോളും. സോ ഹയർ എഡ്യൂക്കേഷന്റെ സ്റ്റാൻഡേർഡ് നമുക്ക് നിലനിർത്താൻ പറ്റും. ടീച്ചേഴ്സിനൊക്കെ പരാതിയാണ്, ഇപ്പൊ സയൻസ് ഒക്കെ എടുക്കാൻ വരുന്ന കുട്ടികൾക്ക് പഴയ സ്റ്റാൻഡേർഡ് ഒന്നും കുട്ടികൾക്ക് ഇല്ല, എന്നാൽ സിലബസ് തൊട്ട് മാറ്റിയിട്ടില്ലതാണ്. സോ നമ്മൾ എങ്ങനെയാണ് ഇവരെ പഠിപ്പിക്കാൻ നോക്കുമ്പോൾ പലതും അവർ ചെറിയ ക്ലാസ് പഠിച്ചിട്ടില്ല, അല്ലെ ചാപ്റ്റർ അവർക്ക് എടുത്തിട്ടില്ല. അപ്പോൾ അത് ഭയങ്കര പ്രശ്നമാണ്. അപ്പൊ ആ ഒരു പ്രശ്നം നമ്മളെ ഹയർ എഡ്യൂക്കേഷന്റെ ക്വാളിറ്റിയെ ബാധിച്ചിരുന്നു. ശരിയാണ്. അപ്പൊ അവിടെ സീറ്റ് കൊടുക്കാനില്ലാത്ത പ്രശ്നം വേറെയുണ്ട്. ഇനി വരുന്ന കുട്ടികൾക്ക് സ്റ്റാൻഡേർഡ് ഇല്ലാത്ത പ്രശ്നമായിരുന്നു. ഈ ഒരു പ്രശ്നം ഇനി മുതൽ ഇല്ലാതാവാൻ പോവാണ്. അതുപോലെ തന്നെ റോങ് പ്ലേസ്മെന്റ് ഇൻ കോഴ്സസ് ഓർ സ്റ്റുഡൻസിന് നമുക്ക് എന്ത് ചെയ്യാം? ഞാൻ പറഞ്ഞില്ലേ, ഫുൾ എ പ്ലസ് കിട്ടിയെന്ന് എല്ലാവരും സയൻസ് എടുക്കാൻ പോവാ. സോ ഇത് സയൻസിന് പൊട്ടൻഷ്യൽ ഇല്ലാത്ത ഒരുപാട് ആളുകൾ സയൻസിലേക്ക് വരിക. സോ അത് ഭയങ്കര പ്രശ്നമാണ്. ഇവര് ഒരു റോങ് ആയിട്ടുള്ള കോഴ്സിലാണ് ഇവർ നമ്മൾ പ്ലേസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ റോങ് ആയ കുട്ടികളെയാണ് നമ്മൾ പല സ്ഥലത്തും പ്ലേസ് ചെയ്യുന്നത്. ഇത് ഈ ഒരു ഓൾ പാസിന്റെ ഒരു വലിയ പ്രശ്നമായിരുന്നു. അത് ഇന്ന് മുതൽ ഇല്ലാതാകാൻ പോകുന്നത് വളരെ നല്ലൊരു കാര്യമാണ്. സോ ഹയർ എഡ്യൂക്കേഷന്റെ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യുമെന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. ഏറ്റവും ബെസ്റ്റ് ഓഫ് ദ ബെസ്റ്റ് തീരുമാനമായിട്ട് നമുക്ക് തോന്നുന്നത് ഈ ഒരു രണ്ടാമത്തെ ഫാക്ടർ തന്നെയാണ്. മൂന്നാമത്തെ കാര്യം, ജോബ് മാർക്കറ്റിന്റെ ഗ്രോത്ത്. ഇപ്പോഴത്തെ നമ്മുടെ ജോബ് മാർക്കറ്റിൽ ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു. എന്താണ്? എല്ലാവരും പഠിച്ചു വരും. സോ ഏതെങ്കിലും കോഴ്സ് കംപ്ലീറ്റ് ആവും, പൈസ കൊടുത്തിട്ടെങ്കിലും സ്വാഭാവികമായിട്ടും കുറെ ആളുകൾ പാസ്സാകുന്ന സമയത്ത് ഇവർ പഠിക്കാൻ ഹയർ കോഴ്സുകൾ ഉണ്ടാവില്ല. സോ പലരും സെൽഫ് ഫിനാൻസിങ് കോഴ്സുകൾ പല മാനേജ്മെന്റും തുടങ്ങും. ഇതിലൊക്കെ ആരെങ്കിലും പിടിച്ചു കയറ്റും. പക്ഷെ ഇവർ ഒരിക്കലും ഇത് പഠിക്കാൻ എക്വിപ്ഡ് ആയ ആളുകളാവില്ല. സോ എനി ഹൗ ഇവർ കോഴ്സ് എങ്ങനെയെങ്കിലുമൊക്കെ തട്ടിമുട്ടി കംപ്ലീറ്റ് ആക്കി പുറത്തു വരുമ്പോൾ ജോബ് മാർക്കറ്റിൽ ഇവർക്ക് എന്തില്ല? എംപ്ലോയ്മെന്റ് ഇല്ല, ജോബ്ലെസ് ആണ്, അല്ലെങ്കിൽ അണ്ടർ ജോബാണ്. ചെറിയ പൈസക്ക് ജോലി എടുക്കേണ്ടി വരും, അങ്ങനെ സ്കില്ലില്ല. ഒരു ഇന്റർവ്യൂ ബോർഡിൽ പോയിരിക്കുന്ന സമയത്ത് ഒരു ചോദിക്കുന്ന ക്വസ്റ്റിന് മറുപടി പറയാൻ അവർക്ക് കഴിയില്ല. പലപ്പോഴും ഇവർക്ക് ജോബ് മാർക്കറ്റിന് ഫിറ്റായ ആളുകളല്ല പുറത്തു വരുന്നത് എന്നുള്ളൊരു കാര്യം. ദെൻ സ്കിൽ ഗ്യാപ്പ് വരാൻ തുടങ്ങി. അതായത് എല്ലാവരും പഠിക്കാൻ പോവാം, ആർക്കും എന്താ ആവശ്യമില്ല? സ്കിൽ കോഴ്സുകളൊന്നും ആവശ്യമില്ല. എല്ലാവരും ഞങ്ങൾക്ക് 10ാം ക്ലാസ് ഞാൻ ഫുള്ള് പാസ്സാണ്, ഇനി ഞാൻ നല്ല മറ്റേ എന്താ പറയുക യൂണിഫോം ഒക്കെ ഇട്ട് ആ കോളേജ് +2 പോവാം. എല്ലാവരും +2 പോവാം. +2 പാസ്സായി കഴിഞ്ഞാൽ എല്ലാവരും ഞാൻ എഞ്ചിനീയറിംഗിന് പോവാം, ഞാൻ മെഡിക്കലിന് പോവാം, പാരാമെഡിക്കലിന് പോവാം, ഞാൻ ഡിഗ്രിക്ക് പോവാണ്. പക്ഷെ നമുക്കറിയാം, ഇന്ത്യ പോലത്തെ ഒരു അഗ്രികൾച്ചറൽ കൺട്രിയെ സംബന്ധിച്ച് അഗ്രികൾച്ചറിനെ നേരിട്ടോ ഇൻഡയറക്റ്റോ ഡയറക്റ്റോ ആയിട്ടുള്ള ഒരുപാട് കണക്റ്റഡ് ആയിട്ടുള്ള ജോബുകളുണ്ട്. ഇതിലൊന്നും ചെയ്യാൻ ആളുകൾ ഇല്ലാതായി കഴിഞ്ഞാൽ നമ്മുടെ എക്കോണമിയെ നന്നായിട്ട് ബാധിക്കും. സോ എല്ലാവരും കോട്ടും സ്യൂട്ടും ഇട്ട് ജോലി ചെയ്യുന്ന ആളുകൾ മാത്രമേ ഇവിടെ വേണ്ടൂ എന്ന് ഒരിക്കലും നമുക്ക് പാടില്ല. പ്രൊഫഷണൽ ആയിട്ട് തന്നെ പ്രൊഫഷണൽ ആയിട്ട് കൃഷി ചെയ്യുന്ന സിസ്റ്റം ഉണ്ട്. സോ അതിൽ നമുക്ക് എന്ത് വേണം? ഗ്രൗണ്ട് ലെവൽ എംപ്ലോയീസ് വേണം. സോ എല്ലാവരും നമ്മൾ പാസ്സാക്കി കഴിഞ്ഞാൽ അവരുടെ മനസ്സിൽ മിഥ്യാധാരണ ഉണ്ടാവും, ഞാൻ വലിയ കോഴ്സിന് ഫിറ്റാണ്. ഫിറ്റായ ആളുകൾ പോയിക്കോട്ടെ, വേണമെന്ന് നമ്മൾ പറയുന്നില്ല. ഇപ്പൊ നമുക്കറിയാം, ഒരു മെഷീൻ സിസ്റ്റം ഒക്കെ വന്നതുകൊണ്ട് തന്നെ, അല്ലെങ്കിൽ എല്ലാ മേഖലയിലും നമുക്കറിയാം ഇപ്പോൾ ഓട്ടോമേഷൻ ഒക്കെ വന്നതുകൊണ്ട് തന്നെ മനുഷ്യനെടുക്കുന്ന പല ജോലികൾ ഇപ്പൊ മെഷീൻ എടുക്കുന്ന ഒരു കാലമാണ്. നല്ല കാര്യമാണ്. എങ്കിലും പല മേഖലകളിലും ഇപ്പോഴും, അല്ലെങ്കിൽ നമ്മൾ റിമോട്ട് ആയിട്ടുള്ള പല സ്ഥലങ്ങളിലും എല്ലാ ഭാഗത്തും നമുക്ക് മെഷീൻസ് ഒന്നും ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റില്ല. ഒരു ലോ ലെവലിൽ വർക്ക് ചെയ്യുന്ന, അല്ലെങ്കിൽ നമുക്കൊരു എന്താ പറയുക, ഒരു കൊമേഴ്ഷ്യൽ ആയിട്ടുള്ള വലിയൊരു പ്രൊജക്ട് അല്ലെങ്കിൽ പലപ്പോഴും നമ്മൾ മാൻ പവർ തന്നെ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരും. സോ നമുക്ക് മാൻ പവറിന്റെ അവൈലബിലിറ്റി കുറയുമ്പോൾ സ്വാഭാവികമായിട്ടും പ്രൊഡക്റ്റുകൾക്കൊക്കെ വളരെ കോസ്റ്റ് കൂടാൻ സാധ്യതയുണ്ട്, നമ്മൾ എക്കോണമിയെ ബാധിക്കാം. സോ എല്ലാവരെയും പാസ്സാക്കുന്ന ഒരു സിസ്റ്റം ഈ പറയുന്ന സ്കിൽ ഗ്യാപ്പുകൾ സൃഷ്ടിക്കാറുണ്ട്. അതേപോലെ തന്നെ ജോബ്ലെസ്സോ അല്ലെങ്കിൽ അണ്ടർ ജോബ് ആക്ടിവിറ്റിയോ കൂടുതൽ ഉണ്ടാകുന്ന പ്രശ്നം ഉണ്ടാക്കാറുണ്ട്. ഈ പ്രശ്നമാണ് ഫിൽറ്ററിങ്ങിലൂടെ നമ്മൾ നിർത്താൻ പോകുന്നത്. സോ കുറച്ച് മാർക്ക് കിട്ടുന്ന ആളെ സംബന്ധിച്ച്, അല്ലെങ്കിൽ പാസ്സാകാൻ ബുദ്ധിമുട്ടുള്ള ആളെ സംബന്ധിച്ച്, അയാൾ സ്വമേധയാ തീരുമാനം എടുക്കും, ഞാൻ അക്കാഡമിക്കലി പെർഫോമൻസ് ആവശ്യമുള്ള കോഴ്സുകളിലേക്ക് പോകേണ്ട ആവശ്യമില്ല, എനിക്ക് ഇന്ന മേഖലയിലേക്ക് പോകാം. അയാൾ ഒരു സ്കിൽ ബേസ്ഡ് ആയ കോഴ്സിലേക്ക് പോകും, നന്നായിട്ട് പെർഫോം ചെയ്യും. ഞാൻ പറഞ്ഞ് എല്ലാവരും പഠിക്കാതെ ഏതെങ്കിലും ജോലിക്ക് പോകണമെന്നല്ല. അങ്ങനത്തെ കാറ്റഗറിയിലുള്ള ആളുകൾക്ക് സെൽഫായിട്ട് ഒരു ഡിസിഷൻസ് എടുക്കാൻ ഈ പറയുന്ന സിസ്റ്റം വളരെ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യും. നാലാമത്തെ കാര്യമാണ് സൈക്കോളജിക്കൽ ഇമ്പാക്ട് ഓർ കോൺഫിഡൻസ്. അതായത് ഇതുവരെയുള്ള കുട്ടികളുടെ ഒരു സൈക്കോളജി എന്താണെന്നറിയോ? 10ാം ക്ലാസ് എഴുതി, ഞാൻ പാസ്സായി. പണ്ട് കാലത്ത് നമുക്കറിയാം 10%, 12% ഒക്കെ പാസ് പെർസെന്റേജ് ഉള്ള കാലത്ത് പണ്ട് കാലത്ത് മെസ്സേജ് 210 മാർക്ക് കിട്ടിയ പാസ്സാകാന്ന് പറയും. ഇത് കിട്ടാതെ 2-3 പ്രാവശ്യം എഴുതിയിട്ട് തോറ്റ് ഗൾഫിലൊക്കെ പോയി വളരെ നല്ല രീതിയിൽ ബിസിനസ് ഒക്കെ ചെയ്യുന്ന ആളുകൾ ഉണ്ടാവും.
നമ്മളെ കുട്ടിക്ക് നോക്കുമ്പോൾ 8A+, 9A+. സോ ഈ കുട്ടിയും വിചാരിക്കും, പാരന്റും വിചാരിക്കും, ഓ ഞാൻ ഭയങ്കരമായിട്ടുള്ള ലെവലിലേക്ക് എത്തി. ഇതൊരു മിസ്സായിട്ടുള്ള കൺസെപ്റ്റാണ്. കാരണം എന്താ വെച്ചെങ്കിൽ ഇതുണ്ടാക്കുന്ന പ്രശ്നം എന്താ അറിയോ, കുട്ടി ഏതൊരു കോഴ്സിന് പോയിട്ടും വലുതായിട്ട് ചേരും. പിന്നെയാണ് കുട്ടി മനസ്സിലാക്കുക, എനിക്ക് സ്കില്ലൊന്നും ഇല്ലല്ലോ. അതല്ലെങ്കിൽ 10A+ കിട്ടിയ ഒരു കുട്ടി മറ്റൊരു 10A+ കിട്ടിയ കുട്ടിയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അവർ വിചാരിക്കും ഞങ്ങൾ ഈക്വൽ ആണല്ലോ. പക്ഷെ ഒരു ഹയർ കോഴ്സിലേക്ക് പഠിക്കാൻ വരുന്ന സമയത്ത് ഒരാൾ നന്നായിട്ട് പെർഫോം ചെയ്യും, മറ്റയാൾക്ക് അടുത്തൊന്നും എത്താൻ പറ്റൂല. എന്താ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ A+ പേപ്പറിൽ മാത്രമേ ഉള്ളൂ, കാപ്പബിലിറ്റി തീരെയില്ല. അപ്പോൾ ഈ പ്രശ്നം സൈക്കോളജിക്കൽ ഒരു പ്രശ്നം ഉണ്ടാകും കുട്ടിക്ക്. ആ കുട്ടി ഏതെങ്കിലും റോങ് ആയിട്ടുള്ള കോഴ്സിൽ നേരത്തെ പറഞ്ഞതുപോലെ ചേരുകയും അത് പഠിക്കാനുള്ള കോൺഫിഡൻസ് മിസ്സാകുകയും ചെയ്യുന്ന ഒരു പ്രശ്നം ഇതുവരെ ഉണ്ടായിരുന്നു. ഇനി അതില്ല. ഇപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഓൾറെഡി കുട്ടിക്ക് തന്നെ അല്ലെങ്കിൽ പാരന്റിനെ ബോധ്യപ്പെടുകയാണ് നമുക്ക് ഇത്ര മാർക്കേ കിട്ടിയിട്ടുള്ളൂ, അപ്പൊ നമ്മൾ അതിനനുസരിച്ചുള്ള കോഴ്സിന് പോയാൽ മതി. അല്ലെങ്കിൽ മറ്റു കുട്ടിക്ക് ഇത്ര മാർക്ക് കിട്ടിയിട്ടുണ്ട്, അയാൾ എന്നെക്കാൾ ഇന്റലക്ച്വലി കുറച്ച് മുൻപിലാണെന്ന് അയാൾ സെൽഫ് ആക്സെപ്റ്റ് ചെയ്തോളും. മറ്റു കുട്ടികൾക്ക് സൈക്കോളജിക്കലി തെറ്റായിട്ടുള്ള ഇൻഫർമേഷൻ ആണ് ഇതുവരെ കിട്ടിയിരുന്നത്. ഇനി അങ്ങനെയല്ല, അവർക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റും ഒരിക്കൽ എനിക്ക് ഇന്ന ഡിഫക്റ്റുകളൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ എനിക്ക് ഇന്ന രീതിയിലേ പഠിക്കാൻ പറ്റുള്ളൂ, ഇന്ന സബ്ജക്ട് ഞാൻ കുറച്ച് വീക്കാണ്, സോ അതുമായി ബന്ധപ്പെട്ട കാര്യം ഞാൻ പോകാൻ പാടില്ല. അതുകൊണ്ട് കുട്ടികളുടെ മനസ്സിൽ റോങ് ആയിട്ടൊരു കൺസെപ്റ്റ് ഉണ്ടാവില്ല, അവർക്ക് തന്നെ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന റിസൾട്ടുകളൊക്കെ ആയിരിക്കും ഉണ്ടാവും. രണ്ടാമത്തെ കാര്യം, എക്സാം എഴുതാൻ പോകുന്നതിന് മുൻപ് ഒരു കാര്യം, ഒരു പേടിയില്ല കുട്ടിക്ക്, അല്ലെ? അങ്ങനെ അങ്ങ് പോവാ. ഇപ്പൊ അങ്ങനെയല്ല, കുട്ടി എന്താണ് മെന്റലി ഒന്ന് പ്രിപ്പയർഡ് ആവും. അപ്പൊ കുട്ടികളെ അറിയാം, ഞാൻ അഥവാ ഈ നന്നായിട്ട് പ്രിപ്പയർ ചെയ്തില്ലെങ്കിൽ ഞാൻ തോറ്റുപോകും, തോറ്റു കഴിഞ്ഞാൽ ഞാൻ വീണ്ടും ഒരു വർഷം എഴുതേണ്ടി വരും. നമുക്കറിയാം, ഒരു സിറ്റുവേഷൻ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുന്ന സമയത്ത് അതിനനുസരിച്ച് നമ്മൾ റിയാക്ട് ചെയ്യും. ഇതല്ലാതെ ആകുന്ന സമയത്താണ്, അതാ മിസ്കൺസെപ്റ്റുകൾ ഉണ്ടാകുന്ന സമയത്താണ് കുട്ടിക്ക് ഞാൻ അങ്ങനെ പ്രതീക്ഷിച്ചിരുന്നു, അല്ലെങ്കിൽ ഞാൻ 10ാം ക്ലാസ്സിൽ ഫുൾ A+ കിട്ടി, ഇപ്പൊ എനിക്ക് ഇത്ര പെർഫോം ചെയ്യാൻ പറ്റുന്നില്ല, എന്റെ മാർക്ക് കുറഞ്ഞു വളരെ പോയല്ലോ. കുട്ടി ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ സൂയിസൈഡ് പോലത്തെ എന്തെങ്കിലുമൊക്കെ കടുങ്കൈ പോലെ പലപ്പോഴും ചെയ്യാറുണ്ട്. കാരണം കുട്ടിക്ക് ഉണ്ടാകുന്ന ഒരു സൈക്കോളജിക്കൽ സ്റ്റാൻഡേർഡ് തെറ്റായ സ്റ്റാൻഡേർഡ് ആയിരുന്നു. ആ ഒരു സംഭവം നമുക്കിതിലൂടെ കൃത്യമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഫിൽട്ടർ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഈ ഒരു സിസ്റ്റം ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ നമ്മൾ കാണുന്ന മറ്റൊരു മേന്മ. അഞ്ചാമത്തെ കാര്യം, ഇഫക്റ്റീവ് ടീച്ചിങ് സ്ട്രാറ്റജിയാണ്. ഇതുവരെ ടീച്ചർ എന്തായിരുന്നു, ഭയങ്കര ഹാപ്പിയാണ്, ഫിലിം പഠിപ്പിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല, നമ്മൾ വലിയ കാര്യങ്ങളൊക്കെ ടെക്സ്റ്റ് ബുക്കിലെ കാര്യങ്ങൾ പഠിപ്പിക്കും, ഒന്നും ക്വസ്റ്റ്യൻ ചോദിക്കുന്നില്ല. ഇനി ചോദിച്ചാലോ എന്തെങ്കിലും എഴുതിയാൽ മാർക്ക് കൊടുക്കുന്ന സിസ്റ്റമാണ് ഈവൻ പബ്ലിക് എക്സാമിന് പോലും ഉള്ളത്. സോ വാല്യുവേഷൻ അത്ര ലിബറൽ ആണ്, അത് ജെന്യൂൻ ആയി നടക്കുന്നത്, അതിന്റെ റിലയബിലിറ്റി ഇല്ല. സോ സ്വാഭാവികമായിട്ടും ടീച്ചർ അക്കൗണ്ടബിൾ അല്ലാതെയാവും, പഠിപ്പിക്കാതെ ആവും. ചില ചാപ്റ്റേഴ്സിന്റെ പെരിഫറൽ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം പറഞ്ഞു കൊടുക്കും. ഇങ്ങനെ പഠിക്കുന്ന കുട്ടികളാണ് പലപ്പോഴും പിന്നെ കോമ്പറ്റേറ്റീവ് എക്സാമിന് ഒരിക്കലും പെർഫോം ചെയ്യാതെ ബാക്കിലേക്ക് പോകുന്നത്. സോ ടീച്ചറിന്റെ അക്കൗണ്ടബിലിറ്റി കൂടും. ടീച്ചർ വിചാരിക്കും, എന്തിനാ ഞാൻ എല്ലാം പഠിപ്പിക്കുന്നത്, എന്തിനാ എല്ലാ ചാപ്റ്റർ എടുക്കുന്നത്, ചാപ്റ്റർ എടുത്തിട്ട് കാര്യം, എന്തിനാ ഞാൻ എക്സാം നടത്തുന്നത്, എന്തിനാ കണ്ടിന്യൂസ് ഇവാലുവേഷൻ കൃത്യമായും ചെയ്തു, ഒരു കാര്യമില്ല, ചെയ്താലും ചെയ്തില്ലെങ്കിലും ഈ കുട്ടിയെ ഞാൻ പാസ്സാക്കണം. അപ്പൊ പലപ്പോഴും നമുക്ക് ലാബ് എക്സാമിനൊക്കെ പലപ്പോഴും ഇപ്പം +2 കേരളത്തിലും 20+20 40 മാർക്സ് ആണ് അവർ കൊടുക്കുന്നതെങ്കിൽ ഓൾമോസ്റ്റ് എല്ലാ മാർക്കും വെറുതെ കൊടുക്കാം. CBSE ആണെങ്കിൽ 30 മാർക്കിനാണ് പിന്നെ ലാബ് എക്സാം നടക്കുന്നത്. അപ്പോൾ ഇവര് പെർഫോം ചെയ്താലും ചെയ്തില്ലെങ്കിൽ 30 20 28. പക്ഷെ നമ്മൾ പറയുന്നത് അക്കൗണ്ടബിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല ശരിക്കും പറഞ്ഞാൽ. ടീച്ചറിന് വ്യക്തി റോളൊന്നുമില്ല. ഈ എക്സ്റ്റേണൽ എക്സാമിനർ ആണെങ്കിലും ഇന്റേണൽ ആണെങ്കിലും ഇവർക്കറിയാം ഈ കുട്ടിക്ക് 1-2 മാർക്ക് വെറുതെ കൊടുക്കാം, പിന്നെ എന്തിനാണ് ഈ എക്സാം നടത്തുന്നത്. സോ അതിന്റെ ഒരു ജെന്യൂനിറ്റി പോവുക, റിലയബിലിറ്റി പോവുക. സോ ഇതുവരെ അങ്ങനെയായിരുന്നു, കാരണം നമ്മൾ ചെയ്തിട്ട് വലിയ കാര്യമൊന്നും ഇല്ല എന്നൊരു തോന്നലുണ്ടാവും. സ്വാഭാവികമായിട്ടും ഇത് ടീച്ചറിന്റെ ഇടയിൽ ഉണ്ടാകുന്ന ടീച്ചറിന്റെ എഫിഷ്യൻസിയെ വല്ലാണ്ട് കുറക്കും. ടീച്ചർ കാര്യങ്ങളൊന്നും ചെയ്യാതെ ആവും. ടീച്ചറിന്റെ എന്താ പറയുക, ആ ടീച്ചിങ് മെത്തഡോളജി ഒക്കെ വളരെ പോകും. മാത്രമല്ല കരിക്കുലം സൈഡിലേക്ക് പോകുന്ന സമയത്തോ കരിക്കുലം ഡെവലപ്പ് ചെയ്യുന്ന ആളുകൾ ചിന്തിക്കുന്നത് എന്ത് കരിക്കുലം ഉണ്ടാക്കിയിട്ടും കാര്യമില്ല, ഇതല്ലേ ഇപ്പൊ ഇവിടുത്തെ അവസ്ഥ. നമ്മൾ നല്ല മോഡേൺ കരിക്കുലം ഒക്കെ ഉണ്ടാക്കും, മാറിയ സാഹചര്യങ്ങൾക്ക് അനുസരിച്ച് ചാപ്റ്റേഴ്സ് ഒക്കെ റിവൈസ് ചെയ്യും, ഒരു കാര്യമില്ല. കാരണം എന്താണ്, ഇതിനെ ബേസ് ചെയ്ത് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാനും പോകുന്നില്ല, കുട്ടി ഇത് പഠിക്കാനും പോകുന്നില്ല. സോ സ്റ്റാഗ്നന്റ് കരിക്കുലം, ഒരിക്കലും മാറാത്ത പഴഞ്ചൻ കരിക്കുലം ആയിരിക്കും നമ്മൾ ഫോളോ ചെയ്യേണ്ടി വരിക. അതാണ് ഇവിടെ ഉണ്ടായിരുന്ന സിസ്റ്റം. ഇനി അങ്ങനെയല്ല, ഈ കരിക്കുലം പ്രിപ്പയർ ചെയ്യുന്ന ആളുകളൊന്നും മോട്ടിവേറ്റഡ് ആണ്, പഠിപ്പിക്കുന്ന ടീച്ചർ ഒന്ന് മോട്ടിവേറ്റ് ആണ്, ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്, എനിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് കാര്യമുണ്ട്, അതിനെക്കുറിച്ച് ക്വസ്റ്റ്യൻ ചോദിക്കാം, അത് പഠിച്ചില്ലെങ്കിൽ കുട്ടിയെ ഒരിക്കലും പാസ്സാവില്ല, അതുകൊണ്ട് കുട്ടി പഠിക്കാൻ നിർബന്ധരാകും. സോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ അക്കാഡമിക്സിന്റെ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യുന്നതോടൊപ്പം തന്നെ ടീച്ചേഴ്സിന്റെ അക്കൗണ്ടബിലിറ്റി നമുക്ക് കൂട്ടാം, ടീച്ചേഴ്സിന്റെ കോമ്പറ്റൻസി നമുക്ക് കൂട്ടാം, കരിക്കുലം പ്രിപ്പയർ ചെയ്യുന്ന ആ ഒരു മേഖലയിലും നമുക്ക് നല്ല സ്റ്റാൻഡേർഡ് എന്ത് ചെയ്യാൻ പറ്റും, കൊണ്ടുവരാൻ പറ്റും. ഇതും ഈ ഓൾ പാസ് നിർത്തലാക്കിയതിന്റെ ഒരു നല്ല ഗുണമായിട്ട് നമുക്ക് കാണാം. ആറാമത്തെ ഇതിന്റെ പ്ലസ് പോയിന്റ് ഞാൻ കണ്ടത് സോഷ്യൽ ഇക്വാലിറ്റിയാണ്. മുൻപ് കാര്യത്തിൽ നിങ്ങൾക്കറിയാം, ഓൾ പാസ് ആകുമ്പോൾ നല്ല പഠിക്കുന്ന കുട്ടിയുടെ കൂടെ ആവറേജ് പഠിക്കുന്ന കുട്ടിയും തീരെ പഠിക്കാത്ത കുട്ടിയൊക്കെ പാസ്സായി പോകും. പക്ഷെ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, എല്ലാവരും പാസ്സാകുന്നത് കൊണ്ട് തന്നെ
കുറച്ചുകൂടി എഡ്യൂക്കേഷനലി ബാക്ക്വേർഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു മിഡിൽ ക്ലാസ്സിലോ അല്ലെങ്കിൽ ലോവർ മിഡിൽ ക്ലാസ് ഫാമിലിയിലോ പെട്ട ഒരു കുട്ടിക്ക് ചിലപ്പോൾ ട്യൂഷൻ ഒന്നും അറേഞ്ച് ചെയ്യില്ല. കാരണം എന്താ വെച്ചെങ്കിൽ ഇതിന്റെ ആവശ്യമില്ലല്ലോ, കാരണം എങ്ങനെയാണെങ്കിൽ ഇവൻ പാസ്സാവും. അപ്പൊ ട്യൂഷൻ ഒന്നും കൊടുക്കില്ല. നേരെ മറിച്ച് ഒരു അപ്പർ ക്രസ്റ്റിലുള്ള ഒരാളാണെങ്കിൽ, ഒരു പാരന്റ് ആണെങ്കിൽ കുട്ടിക്ക് നല്ല ട്യൂഷനെ കൊടുത്ത് എക്സ്ട്രാ കാര്യം എക്സാമിന് വരില്ലെന്ന് അവർ നോക്കില്ല, പക്ഷെ നല്ല രീതിയിലുള്ള കോച്ചിങ് കൊടുത്തുകൊണ്ട് അവരെ ഇന്റലക്ച്വലി വളരെ ഹൈ ആയി നിർത്തും. അക്കാഡമിക് നോളജ് വളരെ കൂടുതലായിരിക്കും, നല്ല കോമ്പറ്റന്റ് ആയിരിക്കും. ഈ കുട്ടി പോയിട്ട് എന്ത് ചെയ്യും, ഒരു കോമ്പറ്റീഷൻ എക്സാം എഴുതും, ഒരു എൻട്രൻസ് എക്സാമിനേഷൻ എഴുതും, ക്രാക്ക് ചെയ്ത് അവർ മുന്നോട്ട് പോകും. നേരെ മറിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു ലോവൽ മിഡിൽ ക്ലാസ് ഫാമിലിപ്പെട്ട ആള് നല്ല കോച്ചിങ് കൊടുക്കാത്തതുകൊണ്ട് തന്നെ ഈ കുട്ടിക്ക് ഇനി ഒരു ഹയർ ലെവലിലേക്ക് പോകാൻ പറ്റാതാകുകയും ഇത് നമ്മുടെ സോഷ്യൽ ഇനീക്വാലിറ്റിക്ക് കാരണമാകുകയും ചെയ്തിരുന്നു. സത്യമാണത്. ഇപ്പൊ നമ്മൾ ഡോക്ടേഴ്സിന്റെയോ അല്ലെങ്കിൽ റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഫാമിലിയിൽപ്പെട്ട കുട്ടികൾക്കൊക്കെ നല്ല എക്സ്റ്റേണൽ കോച്ചിങ് കിട്ടുന്നതുകൊണ്ട് അവർ മാത്രമേ എൻട്രൻസ് എക്സാമുകൾ ക്രാക്ക് ചെയ്യുന്നു. കുറച്ച് പൂറായിട്ടൊരു കുട്ടിക്ക് ഒരു ഫോർ ഫ്രണ്ടിലേക്ക് വരാൻ പറ്റുന്നില്ല. സോ പലപ്പോഴും ഈ ഒരു അപ്പർ ഹാൻഡ് ഹയർ ക്ലാസ്സിൽപ്പെട്ട ഫാമിലിക്ക് ഉള്ളത് കൊണ്ട് തന്നെ ഈ ഒരു ഇനീക്വാലിറ്റി കൂടുതൽ കൂടുതൽ കണ്ടുവന്നിട്ടുണ്ടായിരുന്നു നേരത്തെ. ഇപ്പോൾ എക്സാം കുറച്ച് ടഫ് ആക്കുന്നതോടുകൂടെ നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിൽപ്പെട്ട കുട്ടിയും അല്ലെങ്കിൽ അതിന്റെ പാരന്റും ചിന്തിക്കുന്നുണ്ട്, ഞാനും കോച്ചിങ് കൊടുത്തില്ലെങ്കിൽ കുട്ടി എക്സാമിൽ ചിലപ്പോൾ പരാജയപ്പെട്ടേക്കാം, അതുകൊണ്ട് നമുക്ക് നല്ല കോച്ചിങ് കൊടുക്കാം, കുട്ടി കോമ്പറ്റന്റ് ആവും, സ്വാഭാവികമായിട്ടും കുട്ടിക്ക് ഹയർ എക്സാമുകളിൽ പെർഫോം ചെയ്യാൻ പറ്റുകയും നേരത്തെ ആ ഒരു ഫോർ ഫ്രണ്ടിൽ നിന്ന് തള്ളിമാറ്റപ്പെട്ട ഈ കുട്ടിയും ഇപ്പോൾ നേരത്തെ പറഞ്ഞ ആളുമായിട്ട് കോമ്പറ്റ് ചെയ്യുകയും ഉയർന്ന ലെവലിലേക്ക് എത്താൻ പറ്റുകയും ചെയ്യുന്ന വഴി നമുക്കൊരു സോഷ്യൽ ജസ്റ്റിസ് അവിടെ കിട്ടുന്നുണ്ട്, അല്ലെങ്കിൽ സോഷ്യൽ ഇക്വാലിറ്റി ഇത് ഓഫർ ചെയ്യുന്നുണ്ട്. സോ ഇൻഡയറക്ട്ലി ഇതും ഇതിന്റെ നല്ലൊരു വശമായിട്ട് നമുക്ക് കാണാൻ പറ്റും. ആൻഡ് ദ ഫൈനൽ വൺ ഈസ് റിലയബിലിറ്റി ഓഫ് റിസൾട്ട് ഇൻ ജോബ് മാർക്കറ്റ്. നമുക്കറിയാം പലപ്പോഴും ചില കോഴ്സുകൾ, തരികിട കോഴ്സുകൾ ഉണ്ടല്ലേ. ഇപ്പൊ ഇവിടെ പഠിക്കുന്ന അല്ലെങ്കിൽ കേരളത്തിൽ ചിലപ്പോൾ ഭയങ്കര സ്ട്രിക്റ്റ് ആയിരിക്കും. ഞാൻ എക്സാമ്പിൾ ഇപ്പൊ BEd ഒക്കെ, ബാച്ചലർ ഓഫ് എഡ്യൂക്കേഷൻ ഒക്കെ, നമുക്കറിയാം ഒരു ടീച്ചിങ് ക്വാളിറ്റി ഇല്ലാത്ത ഒരാളെ പോലും ട്രെയിൻഡ് ടീച്ചറാക്കി മാറ്റുന്ന ഒരു കോഴ്സാണ് 2 വർഷത്തെ ബാച്ചലർ ഓഫ് എഡ്യൂക്കേഷൻ BEd. നമ്മളുടെ സീറ്റ് വളരെ കുറവാണ്, 2 വർഷം ബാക്കി, വളരെ ഫീസും കൂടുതലാണ്. അത് ഫിൽറ്ററിങ്ങിന്റെ ഭാഗമായിട്ട് അങ്ങനെ ചെയ്തേ പറ്റും, എല്ലാവരും BEd ചെയ്യാൻ പാടില്ലല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ട് ആളുകൾ എന്ത് ചെയ്തു, തൊട്ടടുത്ത സംസ്ഥാന അയൽ സംസ്ഥാനമായ തമിഴ്നാട്ടിലൊക്കെ ഇത് ചെയ്യാൻ തുടങ്ങി. അവിടെ ഇഷ്ടം പോലെ, ഞാൻ കേട്ടു 700-ലധികം BEd സെന്റേഴ്സ് ഉണ്ട്. അവിടെയൊക്കെ റെഗുലർ തന്നെയാണ്, പക്ഷെ എന്താണ്, എക്സാം എഴുതാൻ മാത്രം പോയാൽ മതി. ഇത് പലപ്പോഴും ക്വാളിറ്റി ഇല്ലാത്ത പല ടീച്ചേഴ്സിനും ക്വാളിഫൈഡ് ആയ ടീച്ചേഴ്സ് ആയിരിക്കും, പക്ഷെ ഒരിക്കലും അവർക്ക് പ്രൊഫഷൻസി ഉണ്ടാവില്ല. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഓൾറെഡി നല്ല ടീച്ചിങ് എബിലിറ്റി ഉള്ള ഒരാളെ സംബന്ധിച്ച് BEd കോഴ്സ് വെറും പേപ്പർ മാത്രമാണ്. അവർക്ക് BEd കോഴ്സ് ഇതിലും കുഴപ്പമില്ല. പക്ഷെ ഇതില്ലാത്ത ആളുകൾക്ക് ഒരു കോൺഫിഡൻസ് കിട്ടണമെങ്കിൽ യു മസ്റ്റ് ഡു BEd or M.Ed. അതല്ലാത്ത സംബന്ധിച്ച് ഒരു ക്വാളിഫിക്കേഷന് വേണ്ടി മാത്രമാണെങ്കിൽ നിങ്ങൾ ആ പേപ്പർ മാത്രം മതി. ഞാൻ പറഞ്ഞത് എല്ലാ ആളുകളും ഈ ടൈം സേവ് ചെയ്യാൻ വേണ്ടിയിട്ടും പൈസ സേവ് ചെയ്യാൻ വേണ്ടിയിട്ടും ഒക്കെ എന്ത് ചെയ്യും, ഈ തമിഴ്നാട്ടിലേക്ക് പോകുന്ന വഴി, നമുക്കറിയാം അവിടെ ചെയ്തു വരുന്ന ആളുകളൊക്കെ ഒരു തരികിട ആളുകളാണ്. ഒരു വെപ്പ് ഇവിടെ ഉണ്ട്. മുമ്പേ പല കോഴ്സുകൾക്കും ഉണ്ടായിരുന്നു, ഇപ്പോഴും മുമ്പൊക്കെ M.Tech ഒക്കെ ഇതുപോലെ തന്നെ. നമുക്കറിയാം M.Tech ഒക്കെ എങ്ങനെ ചെയ്യേണ്ട കാര്യമോ അതുപോലും നമുക്ക് മാർക്കറ്റിൽ കോഴ്സിന് ചേരുക, എക്സാം എഴുതുക, സർട്ടിഫിക്കറ്റ് കിട്ടുന്ന സംവിധാനം ഉണ്ടായിരുന്നു. ഇത് നമുക്ക് ആ കോഴ്സിന്റെ റിലയബിലിറ്റി വളരെ കുറച്ചിട്ടുണ്ടായിരുന്നു. അവിടെ ചെയ്തു പറയുമ്പോൾ നമ്മൾ ഒത്തിരി ചിരിയാണ്, ഇതൊരു തരികിട സംഭവമാണെന്നൊരു ചിരിയാണ്. സോ പലപ്പോഴും നമ്മൾ ഇവിടെ നിന്ന് ഓൾ പാസ്സായി വരുന്ന ആളുകൾ ഒരു ജോബ് മാർക്കറ്റിലേക്ക് വരുന്ന സമയത്ത് ഇവർക്ക് യാതൊരു ക്വാളിറ്റി ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇവർ കോമ്പീറ്റ് ചെയ്യുന്നത് വളരെ ജെന്യൂനായി ചെയ്തു വന്ന, പോപ്പുലേഷനൊക്കെ വളരെ കുറഞ്ഞ രാജ്യങ്ങളിൽ വളരെ സീരിയസ് ആയിട്ട് എഡ്യൂക്കേഷൻ എടുക്കുന്ന രാജ്യങ്ങളിൽ വന്ന ആളുകളുമായിട്ട് കോമ്പീറ്റ് ചെയ്യുമ്പോൾ ജോബ് മാർക്കറ്റിൽ ഇവരുടെ പ്രൊഫഷൻസി വളരെ താഴെയായിരിക്കും. മാത്രമല്ല ജോബ് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് ഇപ്പൊ കേരളത്തിൽ വരുന്ന ആളാണ്, ഇതെല്ലാം പാസ്സായി ഒന്നും അറിയാത്ത ആളാന്നൊരു വെപ്പ് അവിടെ ഉണ്ടാവും. ഈ ഒരു പ്രശ്നം നേരത്തെ ഉണ്ടായിരുന്നു. നേരെ മറിച്ച് നമ്മുടെ ഇവിടുത്തെ എക്സാം പാസ്സാകാൻ വളരെ ബുദ്ധിമുട്ടാണ്. അങ്ങനെ ആരും ഒന്നും പാസ്സായി വരില്ല അല്ലെ, നല്ല രീതിയിൽ ഫിൽറ്റർ ചെയ്തിട്ട് വരുന്നുള്ളൂ. അവ എക്സാം ക്ലിയർ ചെയ്യാൻ ടഫ് ആയതുകൊണ്ട് തന്നെ ആ ജോബ് മാർക്കറ്റിൽ നമുക്കൊരു ആക്സെപ്റ്റൻസ് കുറച്ചുകൂടെ കൂടുതലായിരിക്കും. ഇപ്പൊ നിങ്ങൾക്കറിയാം, നമുക്ക് +2 മാർക്കിന്റെ നോർമലൈസേഷൻ വരുന്നുണ്ട് എഞ്ചിനീയറിംഗ്, നമ്മൾ കീം എഴുതുന്ന സമയത്ത്. അപ്പൊ CBSE എക്സാം കമ്പാരിറ്റീവ്ലി ടഫ് ആയതുകൊണ്ട് തന്നെ അവർക്ക് കിട്ടിയ യഥാർത്ഥ മാർക്ക് പരിഗണിക്കുമ്പോൾ കേരളത്തിൽ ഫുൾ മാർക്ക് കിട്ടിയ കുട്ടിയുടെ മാർക്ക് പോലും നോർമലൈസ് ചെയ്യുമ്പോൾ അത് ഫുൾ മാർക്ക് ആവില്ല, അത് താഴ്ന്നു പോകും. അത് ഡിഫിക്കൽട്ടി ലെവൽ തീരെ ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ്. നമ്മൾ കേരളീസ് ആണ്, നമ്മൾ കേരളത്തിന് എത്ര പുകഴ്ത്തി പറഞ്ഞാലോ അതൊരു യാഥാർത്ഥ്യമാണ്. നിങ്ങൾ അതിന്റെ കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, അത് യാഥാർത്ഥ്യം അങ്ങനെ തന്നെ. ഒരു CBSE കുട്ടിയുടെ അക്കാഡമിക് സ്റ്റാൻഡേർഡ് നിലവാരം എന്ന് പറയുന്നത് ഇപ്പോഴത്തെ കേരള സ്റ്റുഡൻസിന്, ആവറേജ് സ്റ്റുഡൻസിനെ സംബന്ധിച്ച് വളരെ കൂടുതലായിരിക്കും. ഞാൻ പറഞ്ഞ ഔട്ട്സ്റ്റാൻഡിംഗ് കുട്ടികൾ കേരള സിലബസിൽ ഇല്ല എന്നല്ല, പക്ഷേ CBSE സ്റ്റാൻഡേർഡ് എന്തുകൊണ്ടും കൂടുതൽ തന്നെയാണ്. നമ്മൾ അക്സെപ്റ്റ് ചെയ്ത് പറ്റും. പ്രത്യേകിച്ച് അവരുടെ ന്യൂമറിക്കൽ സ്കില്ലൊക്കെ ഭയങ്കര കൂടുതലാണ്. അതുകൊണ്ട് തന്നെ കോമ്പറ്റേറ്റീവ് എൻട്രൻസ് എക്സാമുകളിൽ കൂടുതൽ ക്രാക്ക് ചെയ്യുന്ന CBSE സ്റ്റുഡന്റ് ആവുള്ള കാരണം തന്നെ സത്യമാണ് കേട്ടോ. നമ്മൾ എന്തൊക്കെ ന്യായീകരിച്ചാലും നമുക്ക് അതിന്റെ അടുത്തെത്താൻ പറ്റില്ല. സോ നമ്മൾ ഇവിടുന്ന് ഈ ഒരു തരികിട കോഴ്സ് കഴിയുന്ന പോലെ ആയിരിക്കും എല്ലാ ആളുകളും പാസ്സായിട്ട് ജോബ് മാർക്കറ്റിൽ വരുമ്പോൾ ഉണ്ടാവുക. സോ അതില്ലാതെ
നമ്മുടെ എക്സാം സിസ്റ്റം വളരെ ടഫ് ആണെന്നൊരു ധാരണയുണ്ടെങ്കിൽ സ്വാഭാവികം ജോബ് മാർക്കറ്റിൽ എത്തുന്ന ആളുകളുടെ ക്വാളിറ്റി വളരെ കൂടും. അത് നമ്മൾ കേരള സിലബസിൽ പഠിക്കുന്ന കുട്ടികളുടെ സർട്ടിഫിക്കറ്റിന്റെ വാല്യൂ കൂട്ടാൻ വളരെ സഹായിക്കും. നോട്ട് ഓൺലി ഇൻ കേരള, നമ്മൾ പുറത്തൊക്കെ ജോലി ചെയ്യുന്ന സമയത്ത് നേരത്തെ നമ്മൾ കേരളത്തിൽ എന്താണ് ആക്സെപ്റ്റൻസ് ഉണ്ടായിരുന്നത് അതേപോലെ അല്ല, അതിനേക്കാൾ ഒരു പടി ആക്സെപ്റ്റൻസ് കൂടുതൽ കിട്ടാൻ ഇത് സഹായകരമാണ്. സോ ഈ 7 ഗുണങ്ങൾ നമുക്ക് ഓഫർ ചെയ്യുന്നത് നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ വരുന്ന മാറ്റം വളരെ വലുതായിരിക്കും. സോ അതിന് ഗവൺമെന്റിനെ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യണം. പക്ഷെ ഒരു കാര്യം കൂടെ ഉണർത്തുകയാണ്, നമ്മൾ ധൃതി പിടിച്ച് ഇത് ഇംപ്ലിമെന്റ് ചെയ്യാൻ ശ്രമിക്കുന്ന സമയത്ത് പല കോർണറിൽ നിന്നും എതിർപ്പുകൾ വരാം. സ്റ്റുഡൻസ് ചിലപ്പം ഇതെങ്ങനെയൊന്നും വേണ്ട എല്ലാവരെയും പാസ്സാക്കണം എന്ന് പറയാം. ടീച്ചേഴ്സ് പഠിപ്പിക്കാൻ മടിയന്മാരായിട്ടുള്ള ടീച്ചേഴ്സ് എന്ത് പറയും, ഇതൊന്നും വേണ്ട ആവശ്യമില്ല, കാരണം കുട്ടികൾക്ക് ഭയങ്കര പ്രശ്നമാണെന്നൊക്കെ പറയും, സിലബസ് റെഡ്യൂസ് ചെയ്യണമെന്ന് പറയും. ഒന്നും ചെയ്യാതെ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് ഓൾ പാസ് സിസ്റ്റം നടപ്പിലാക്കരുത് ഒരിക്കലും. മാത്രമല്ല എക്സാമിന്റെ ഡിഫിക്കൽട്ടി ലെവലിൽ നമുക്കൊരു 10 to 20% ഒക്കെ എല്ലാവർക്കും എഴുതാൻ പറ്റാത്ത, മീൻസ് ഞാൻ പറഞ്ഞത് ഒരു എബോവ് ആവറേജ് സ്റ്റുഡൻസ് മാത്രം അറ്റൻഡ് ചെയ്യുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസിന്റെ ഡിഫിക്കൽട്ടി ലെവൽ ക്വസ്റ്റ്യൻസ് കൂടെ കുറച്ചുകൂടി ഉൾപ്പെടുത്തിക്കൊണ്ട്, അതുപോലെ ഇവാലുവേഷൻ സിസ്റ്റം ഒക്കെ നമ്മൾ CBSE പോലെ കുറച്ച് സ്ട്രിക്റ്റ് ആക്കിക്കൊണ്ട് കൊണ്ടുവരിക കൂടെ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ഇതിന്റെ അൾട്ടിമേറ്റ് റിസൾട്ട് നമുക്ക് കിട്ടുകയുള്ളൂ. സോ വരും ഭാവിയിൽ നമുക്ക് പ്രൊഡക്ടിവിറ്റി കൂടിയ നല്ല എഫിഷ്യൻസി ഉള്ള ഒരു സ്റ്റുഡൻറ് കമ്മ്യൂണിറ്റി ഉണ്ടാക്കാൻ ഇത് നമ്മളെ സഹായിക്കും. അപ്പൊ അതിനു വേണ്ടിയുള്ള ശ്രമങ്ങൾ, അതിനെ ചിലപ്പോൾ താൽക്കാലികമായിട്ട് അതിനെ ബ്ലോക്ക് ചെയ്യാൻ പല കോർണറുകളിൽ നിന്ന് ശ്രമങ്ങൾ ഉണ്ടായേക്കാം. അതിനെയൊക്കെ മറികടക്കാനുള്ള ഇച്ഛാശക്തി ഗവൺമെന്റ് കാണിക്കുകയും ഈ ഒരു സിസ്റ്റം, ഓൾ പാസ് സിസ്റ്റം, ഇനി ഒരിക്കലും തിരിച്ചു കൊണ്ടുവരാതെ അത് ഈ 8ാം ക്ലാസ് മുതൽ എന്നുള്ളത് മാറ്റിയിട്ട് ചെറിയ ക്ലാസ് തൊട്ട് തന്നെ ഇത് നമ്മൾ നടപ്പിലാക്കുകയാണെങ്കിൽ ഓഫ് കോഴ്സ് നമ്മുടെ ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ വളരെ നല്ല രീതിയിൽ കൂടും. സോ അത് കൂടുകയും നല്ല പ്രൊഡക്ടിവിറ്റി ഉള്ള, നല്ല വാല്യൂ ഉള്ള സർട്ടിഫിക്കറ്റ് ഉള്ള ഒരു കോഴ്സായിട്ട് നമ്മൾ കേരളത്തിൽ എല്ലാ കോഴ്സുകളും മാറട്ടെ. ഹയർ കോഴ്സുകളിലേക്ക് കുട്ടികളുടെ ഒരു ഒഴുക്ക്, ഞാൻ പറഞ്ഞല്ലോ, തീരെ ക്വാളിറ്റി ഇല്ലാത്ത ആളുകൾ വെറുതെ അൺവാണ്ടഡ് കോഴ്സുകളിലേക്ക് പോകുന്ന സിസ്റ്റം ഇല്ലാതാവട്ടെ. അങ്ങനെ എല്ലാം കൊണ്ടും കുറച്ചുകൂടെ ക്വാളിറ്റിയുള്ള ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റമായിട്ട് കേരള സിസ്റ്റം അറിയപ്പെടാൻ വേണ്ടിയിട്ട് ഈ ഒരു തീരുമാനം നമ്മളെ സഹായിക്കും. അതുമായിട്ട് മുന്നോട്ട് പോകുന്ന ഗവൺമെന്റിന് എല്ലാവിധ അഭിനന്ദനങ്ങളും അറിയിച്ചുകൊണ്ട് ഇതുപോലത്തെ ഇൻഫർമേഷൻ വീഡിയോക്ക് വേണ്ടി നിങ്ങളെ ഫോളോ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും ഇതുപോലെ വീഡിയോയുമായി നമ്മൾ വീണ്ടും മുന്നോട്ട് വരും. അതുവരേക്കും നന്ദി, നമസ്കാരം.